യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ, യുദ്ധം ഒഴിവാക്കണം, വിവേകത്തോടെ തീരുമാനമെടുക്കാൻ രാഷ്ട്രത്തലവന്മാരെ അങ്ങ് ഒരുക്കണമെന്ന്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഫലമായി ഇറാനുമായുള്ള യുദ്ധം 2 ആഴ്ചത്തേക്കാണേലും നിർത്തിവെക്കാൻ തീരുമാനമെടുത്തു. ആ രാജ്യത്തെയും തൊട്ടടുത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ആ യുദ്ധം മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു തീരുമാനമായി അത് മാറുവാൻ ഇടയാകുന്നു. അതിന് വ്യക്തമായിട്ട് അതിലേക്ക് ഇറങ്ങി വന്ന് തീരുമാനമെടുക്കുവാൻ സഹായിച്ച നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിന്, നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് കർത്താവ് ദൈവവചനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മുടെ ബുദ്ധിയും കഴിവുകളും എല്ലാം മാറ്റിവെച്ചിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവവിചാരത്തോടെ നിൻ്റെ എല്ലാ പ്രവൃത്തികളും തുടങ്ങുവാനാണ്. ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും ആ കാര്യം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച്, ഇത് ദൈവം എനിക്ക് വിജയപ്രദമാക്കി തരും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തുടങ്ങുവാൻ ശ്രമിക്കുക. അവിടുന്ന് അത് അനുഗ്രഹമാക്കി തരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകസമാധാനം ശാശ്വതമായി മാറുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവായി മാറുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ രക്ഷകനും നാഥനും ദൈവവുമായ സമാധാനപ്രിയനായ സമാധാന ദൂതനായ യേശു ക്രിസ്തുവിൻ്റെ ശക്തമായ ഇടപെടൽ ഈ ഭൂമിയിലുണ്ടാകട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ, മക്കളിൽ ഉണ്ടാകട്ടെ എന്നും ആ യേശു ക്രിസ്തു നമ്മുടെ പാതകളെല്ലാം തെളിച്ചു തരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടുകൂടി യേശുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.